ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി സൺഡേ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് എല്ലാവരും വീട്ടിൽ നിൽക്കുകയായിരിക്കും. ഞാനിന്ന് പുറത്തൊന്നും പോയില്ല. പുറത്ത് ഭയങ്കര ചൂടാണ്. അത് കാരണം എങ്ങും പോയില്ല. ഇവിടെ വീട്ടിൽ ഇന്നത്തെ അടുക്കളപ്പണികൾ, അതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണെന്ന് കാണാൻ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ രാവിലത്തെ എൻ്റെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത്, അടുക്കളയിൽ ആദ്യം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ചായ ഉണ്ടാക്കുന്നു. ആദ്യമേ ഒരു ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നെയുള്ള വീട്ടുജോലികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ചായയൊക്കെ ഒഴിച്ചു. ഇനി അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാവ് തയ്യാറാക്കുന്ന വിധം പറയാം. 1.5 ഗ്ലാസ് അരി, അര മുറി തേങ്ങ, ഒരു ചെറിയ സ്പൂൺ അപ്പക്കാരം, പിന്നെ ഉപ്പ്, അല്പം ചോറ്, ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ അരച്ച് സെറ്റാക്കി അങ്ങ് വയ്ക്കും. പിറ്റേന്ന് രാവിലെ എടുക്കും. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഒഴിക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കണം. അടച്ച് വയ്ക്കാം. അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിൽക്കുന്ന ദിവസം ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ കൂടുതൽ സമയം കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം ഉണ്ടാക്കുമ്പം കറിയൊക്കെ പ്രത്യേകം തയ്യാറാക്കണം. അങ്ങനെ ഏതാണ്ട് അപ്പം ഓരോന്നായിട്ട് ചുട്ട് ഞാൻ വച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ഇഡലം ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തു. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. പാത്രത്തിലോട്ട് വെച്ചു. ഇനി അങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്ന് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. പുറത്തൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഭയങ്കര ചൂടാണ് പുറത്ത്. തൊണ്ടവേദനയും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തുടങ്ങും. അത് കാരണം വീട്ടിൽ നിൽക്കുകയാണെന്ന്. സൺഡേ അല്ലേ. അടുക്കളപ്പണിയൊക്കെ നല്ല എൻജോയ് ചെയ്തങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ തീയിൽ വേണം ചുട്ടെടുക്കാൻ. ഞാൻ കരുതി മാവ് കുറച്ച് ലൂസായിപ്പോയെന്ന്. പക്ഷേ അല്ല, കറക്റ്റായിരുന്നു. അങ്ങനെ ദാണ്ട ചുട്ടിടുകയാണ്. ഏത് ദോശയായാലും അപ്പമായാലും ഏതായാലും നമ്മൾ നല്ല ചെറു ചൂടോട് കൂടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് തോന്നിപ്പിക്കുന്നത്. അങ്ങനെ അപ്പം എല്ലാം ചുട്ട് തീരാറായി. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി അടുത്തത് അപ്പത്തിനുള്ള കറി റെഡിയാക്കാം. മുട്ടക്കറി തയ്യാറാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിനാദ്യമായിട്ട് 4 സവാള കുനുകുനെ അരിഞ്ഞെടുത്ത് വെച്ചു. ഒരു പാൻ വെച്ചു. എണ്ണ ഒഴിച്ചു. 1 സ്പൂൺ എണ്ണ, കുറച്ച് കടുകിട്ടു. അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പത്തിന് ഏറ്റവും നല്ല പറ്റിയ കറി മുട്ടക്കറിയാണ്. അങ്ങനെ ആ ചെറിയ തീയിൽ സവാള കുനുകുനെ അരിഞ്ഞത് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന രീതിയാണ്. നല്ലതുപോലെ ഈ സവാള ചെറു തീയിൽ ഇങ്ങനെ ചുമന്ന് വരണം. അത്രയും പാകത്തിന് വഴറ്റണം. ഉള്ളി നല്ലതുപോലെ ചുവന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അതിനുള്ള കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, 2 സ്പൂൺ മുളക് പൊടി,
2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിനകത്ത് മസാലപ്പൊടി ഇട്ടു, 1/4 സ്പൂൺ ആവശ്യത്തിന് ഉപ്പും ഇട്ടു. ഇത്രയുമാണ് ഇതിനകത്ത് ചേർത്തത്. അവ നല്ലതുപോലെ വീണ്ടും വഴറ്റുക. ഇത് നല്ലതുപോലെ ചെറു തീയിലിങ്ങനെ നല്ലതുപോലെ അങ്ങ് മൂത്ത് വരും. നല്ല ഒരു മണമൊക്കെ വരും. കുറേ സമയം ഇങ്ങനെ വഴറ്റണം. അങ്ങനെ നല്ലതുപോലെ അത് മൂത്ത് വന്നു. നല്ല ചുമന്നത് കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം. ചിലർക്ക് നല്ല ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് നല്ല കുറുകിയ മുട്ടക്കറി എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കണം. അതാണ് രുചി. അങ്ങനെ ഞാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു. ഇനി ഇത് ഈ തീയിലിങ്ങനെ കുറച്ച് സമയം കിടക്കും. ചെറു തീയിൽ വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞ് എന്നിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുട്ടക്കറി റെഡിയായി. മുട്ടയും അത് പുഴുങ്ങിയത് പൊട്ടിച്ച് അതിലിട്ടു. അങ്ങനെ അടിപൊളി മുട്ടക്കറി റെഡിയായി. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് കഴിക്കാം. അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും തരാം. ഇനി ഇത് കുലയാണ്, വാഴക്കുല എന്നും ഞാൻ കാണിക്കുമെന്ന് വിചാരിക്കരുത്. ഇന്നലെ വെട്ടിയ കുലയാണ്. അതവിടെ ഇരിക്കുന്നത് കണ്ട് ഒരു കൗതുകം, അങ്ങനെ ഇട്ടതാണ്. ഇത് പാളയംകോടനാണ്. അങ്ങനെ ഇനി അടുത്ത ലഞ്ച് തയ്യാറാക്കുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇടാം. ടാറ്റാ.